നമസ്കാരം. ബാംഗ്ലൂർ വാർത്തയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം. നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുങ്ങിപ്പോയ ബാംഗ്ലൂരിനകത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള മലയാളികൾ. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ മറ്റു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകളുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്, ഗർഭിണികളൊക്കെയുണ്ട്. നമുക്കറിയാം, കോവിഡിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ കുടുങ്ങിപ്പോയവരുണ്ട്. അവർക്കെല്ലാം അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ ഒരു സഹായമായിക്കൊണ്ട് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 ദിവസങ്ങളിലായി 16ഓളം ബസ്സുകളാണ്, ഇന്നത്തോടുകൂടി ഉൾപ്പെടുത്തി 16ഓളം ബസ്സുകളാണ് കേരളത്തിനകത്തുള്ള വ്യത്യസ്തമായ ജില്ലക്കകത്ത് കേരള പാസും അതുപോലെ തന്നെ കർണാടക ഗവൺമെന്റിന്റെ പാസും കൃത്യമായി എടുത്തുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തി ഇവിടെ ക്രോഡീകരിച്ചിട്ടുള്ള പേരുകളെല്ലാം തന്നെ അവരെല്ലാം തന്നെ ഇവിടെ വിളിച്ച് അവരുടെ തെർമോമീറ്റർ സൗജന്യമായി ചെക്ക് ചെയ്ത് ടെമ്പറേച്ചർ ഉൾപ്പെടെ ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയൊരു സഹായം എന്ന രീതിയിൽ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഒട്ടനവധി യാത്രക്കാരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സൗജന്യമായ നിരക്കിൽ ഇത് ബാംഗ്ലൂരിനകത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള മലയാളികളെ സൗജന്യമായ നിരക്കിലാണ് കേരളത്തിന്റെ എല്ലാ മേഖലക്കകത്തും ഇവിടെ കടന്നു പോകുന്നത്. ബസ്സെല്ലാം തന്നെ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളാണ്, യാത്രക്കാരെയാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർണാടക കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ 4 ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഈ സൗജന്യ സേവനത്തിന്റെ 4ാമത്തെ ദിവസമാണ്. ഇന്നത്തോടൊരു 16 ബസ്സുകൾ കേരളത്തിന്റെ എല്ലാ ജില്ലക്കകത്തേക്കും കടന്നു പോവുകയാണ്. ഇവിടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇവിടെ ജോലി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ജോലി ഇപ്പോൾ നിലവിൽ 3-4 മാസത്തോളം ലീവുള്ള ആളുകളുണ്ട്. ഇവിടെ പഠിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായി കൊണ്ടാണ് കർണാടക കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു സർവീസ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. അതിൽ നിന്ന് നാട്ടിലോട്ട് യാത്ര പോകുന്ന ഒരു യാത്രക്കാരിയാണ് നമ്മളോടൊപ്പം ഈ സമയം നമ്മളോടൊപ്പം ചേരുന്നത്. പേരെന്ന് പറയാമോ? അനു എന്നാണ് പേര്. ഇവിടെ ജോലി ചെയ്യണം. അതെ അതെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സ്ഫൂർത്തി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിലവിൽ ജോലിയില്ലേ? ഉണ്ട്. എങ്ങനെ കാണുന്നു ഈ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യമായിട്ട്? ഇപ്പോൾ കോവിഡിന്റെ സമയമാണ്. ഈ സമയത്ത് ഒരുപാട് നാളുകളെ, ഇപ്പോൾ 2-3 ആഴ്ച, 1 മാസത്തോളമായി നമ്മൾ ലോക്ക്ഡൌണിന്റെ വിഷയത്തിലാണ്. ഈ സമയത്ത് നമ്മുടെ നാടിനകത്ത് പോകാൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരം സൗജന്യമായിട്ടാണ് കേരള കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി ഇത് ചെയ്തു തരുന്നത്. എന്ത് പറയാനുണ്ട്? ഞങ്ങളുടെ കോളേജിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇതിനകത്ത് പെട്ടുകിടപ്പുണ്ടായിരുന്നു. അപ്പം കേരള കോൺഗ്രസിന്റെ, കർണാടക പ്രവാസി കോൺഗ്രസിന്റെ ആളുകൾ തന്നെ മുന്നിട്ടിറങ്ങിയിട്ടാണ് നമ്മുടെ കോളേജിലെ കുട്ടികളെ നാട്ടിലെത്തിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്കതൊരു വലിയ ഉപകാരമായിട്ട് ഞങ്ങൾ കാണുന്നു. തീർച്ചയായും യാത്രക്കാരെയാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചിട്ടുള്ളത്. വലിയൊരു നന്ദിയാണ് ഇവിടുത്തെ കർണാടക കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയോട് അറിയിക്കാനുള്ളത്. ഇവിടെ വരുന്ന ഓരോ യാത്രക്കാരുടെയും തെർമോമീറ്റർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ താപനില ഉൾപ്പെടെ ചെക്ക് ചെയ്തുകൊണ്ട് കർണാടക കേരള പാസ് എടുത്തിട്ടുള്ള ആളുകളെയാണ് സൗജന്യമായിട്ട് കേരളത്തിന്റെ വിവിധ മേഖലക്കകത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കർഷകരോട് ഇവിടെ സംവദിക്കുന്നതിന് വേണ്ടി ശാന്തിനഗർ MLA ആയിട്ടുള്ള ബഹുമാനിയായ NA ഹാരിസ് MLA ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സ്വാഗതം സർ. 4 ദിവസങ്ങളായി ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം 4 ദിവസങ്ങളായി 16 ബസ്സുകൾ കേരളത്തിന്റെ വ്യത്യസ്തമായ ജില്ലക്കകത്ത് പോകുന്നു. മലയാളത്തിലൂടെ ചെല്ലുന്നുണ്ട്. നന്ദി ഞാൻ ആരോട് ചെല്ലുന്നുണ്ട്. ഇവിടുന്ന് പോകുന്ന ഓരോ വ്യക്തിയുടെയും നന്ദിയും അവരുടെ വീട്ടുകാരുടെ നന്ദിയും തീർച്ചയായും ഈ ഒരു വ്യക്തിയോടും അതുപോലെ തന്നെ KPCCയുടെ അധ്യക്ഷൻ DK ശിവകുമാർ സാറിനോടുമായിരിക്കും. ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സർ ക്രോഡീകരിക്കുന്നത്? ഇതൊരു സർവീസാണ്. ഇവിടെ ബുദ്ധിമുട്ടിലിരിക്കുന്ന മലയാളികളെ, കേരളീസിനെ അങ്ങോട്ടേക്ക് തിരിച്ചയക്കാന്നുള്ള ഒരു ലക്ഷ്യം മാത്രം. ഒരു ഹ്യൂമാനിറ്ററി ഗ്രൗണ്ട്സ്, ഹ്യൂമാനിറ്ററി ബേസിസ്, ഒരു മാനവീയത്തെ ദൃഷ്ടിയിൽ നമ്മൾ ഈ ജോലി ചെയ്യുന്നു. ഇതിൽ വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തു, ഞങ്ങൾ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തു. ആരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കേരള പാസ്, അത് കഴിഞ്ഞ് കർണാടക പാസ്, ഇത് 2 പാസും ഉണ്ടാവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിന് പാസ് വാങ്ങണം, റൂട്ട് പാസ് വാങ്ങണം. ഇതൊക്കെ ആക്കി ഇവരെ അങ്ങോട്ടേക്ക് അയക്കാണ്. ഞങ്ങൾ വി ആർ ഹാപ്പി. ഞങ്ങൾ വളരെ സന്തോഷമാണ് ഇത് ചെയ്യുന്നതിൽ. ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ജനങ്ങളെ സഹായിക്കുന്നതാണ് ഞങ്ങളുടെ പ്രിയോറിറ്റി. ഞങ്ങളെ ജനസേവകനാണ് ഞാൻ. ഞങ്ങളെ പാർട്ടി, ഞങ്ങളെ പ്രസിഡന്റ് DK ശിവകുമാർ അയാൾ ഓപ്പണായിട്ട് പറഞ്ഞു, ഇനി എത്ര ആളുണ്ടെങ്കിലും ഞങ്ങൾ അയക്കാമെന്ന്. എനി നമ്പർ വി വിൽ സെൻഡ്. സോ ലോക്ക്ഡൌൺ ഉള്ളത് വരെ വി വിൽ ട്രൈ. ആൻഡ് കോൺഗ്രസ് പാർട്ടി is doing this without taking any money. We are not collecting any money from anybody. Not even 1 paisa we are collecting from anybody. We are trying to, day for yesterday we had around 8 people. They had no place to stay. We made them place accommodation to stay, and next day bus we have sent them. So we are trying to do whatever best we can. But anyway, ചില വിമർശനങ്ങൾ, ചില പോരായ്മകൾ പല ദിക്കിൽ നിന്നും കാണിക്കുന്നു. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയൊരു സേവനം തീർച്ചയായും തികച്ചും സൗജന്യമായി ഇവിടെ ബാംഗ്ലൂർ ഈ കോവിഡിന്റെ കാലത്ത് കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ, ജോലി നഷ്ടപ്പെട്ട ആളുകളെല്ലാം തന്നെയാണ് കേരളത്തിന്റെ മിക്ക മേഖലക്കകത്തും കടത്തിവിടുന്നത്. പക്ഷെ ചില വിമർശനങ്ങൾ പല ദിക്കിൽ നിന്ന് വരുന്നു. എന്ത് തോന്നുന്നു ആ വിമർശനങ്ങളോട്? അല്ല, കേരളം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ മാൻ, ഗോഡ്സ് ഓൺ പീപ്പിൾ. ഐ ഡോണ്ട് നോ വാട്ട് യു നീഡ് ടു ബി എ ലിറ്റിൽ മോർ ബ്രോഡ് മൈൻഡഡ്. വി ആർ ഡൂയിങ് സം ഗുഡ് ജോബ്. നല്ല കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ പ്രോത്സാഹിപ്പിക്കാം. ഇവിടെ
ഇന്ന് 5 ബസ്സുകളോളമാണ് ഇന്ന് കേരളത്തിൻ്റെ വ്യത്യസ്തമായ മേഖലക്കകത്ത് പുറപ്പെടാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും ഇവിടെ ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ടെമ്പറേച്ചർ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് ഇവിടെ കർണാടക പാസും കേരള പാസും എടുത്തിട്ടുള്ള ആളുകളെ കൃത്യമായി പരിശോധിച്ചോ ഇവിടെ സൗജന്യമായ നിരക്കിൽ നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ തികച്ചും സൗജന്യമായ നിരക്കിൽ മറ്റു വരുന്ന എല്ലാ വാർത്തകളും അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സൗജന്യമായ നിരക്കിൽ തന്നെ അവരെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള KPCC കമ്മിറ്റ് ചെയ്തിട്ടുള്ള കൃത്യമായ സ്ഥലത്തേക്ക് ഇവിടുന്ന് ആളുകളെയാണ് ഫ്രീ ആയി ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. KPCCയുടെ മീഡിയ കൺവീനർ അതുപോലെ തന്നെ ശാന്തിനഗർ MLA MN ഹാരിസയുടെ മകനുമായിട്ടുള്ള മുഹമ്മദ് ഹാരിസ് നാലുപാട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. സർ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഈ വാർ റൂം ഇവിടെ വളരെ വ്യക്തമായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാത്രികൾ ഉറങ്ങാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രോഗ്രാം എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത്? See, first of all, DK Shivkumar sir has given us a very huge responsibility to Mr. N. Harris, MLA Shantinagar, as the in charge to coordinate this. As Youth Congress Bangalore District President, we have also joined in and helped him. We have formed a team of 24 people who are working day in, day and night. We have actually, till yesterday night it was 15 members, but then after yesterday's my video, there's been a number of people who have started and wanted to volunteer and join us. Today we have reached 24, if I'm not wrong, 24, and the team is still increasing. So here what we are trying to do is, we want to send every passenger to his house with complete permissions. Basically, he should have both the Karnataka and the Kerala pass, which is the most important. Once they have the Karnataka and Kerala pass, we then apply to the we then put it to the bus KSRTC, and KSRTC gives us an approved copy, and then we send them. So we are taking 1 day gap between each bus, 2 buses we are leaving, 6 bus, 8 bus, is because we want to do the documentation 100% right. We don't want to send even one passenger without a document. Not because we don't want to send them, because they should not be in problem because we have sent them without a document. 4 ദിവസം കൊണ്ട് 16 ബസ്സുകൾ, ഇന്ന് കൂടെ ചേർത്ത് 5 ബസ്സുകളാണ് കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലക്കകത്ത് പോയിട്ടുള്ളത്. ഏതൊക്കെ മേഖലക്കകത്താണ് ഇന്ന് ബസ്സുകൾ ഇവിടെ നിന്ന് സെൻഡ് ചെയ്തിട്ടുള്ളത്? 6 ബസ് ടോട്ടലി ഈ 8 ഓൾമോസ്റ്റ് 16 ബസ്സസ് നമ്മൾ അയച്ചിട്ടുണ്ട്. 30 പാസഞ്ചേഴ്സ് ആവറേജ് ആയിട്ട് നിങ്ങൾ പിടിച്ചോളി. സോ ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് പീപ്പിൾ വി ഹാവ് സെൻഡ്, ആൻഡ് അക്രോസ് കേരള every district our person is gone, and we have made we have about 6 checkposts what Kerala is open. In these 6 checkposts, we have made 6 different groups where all the documentation is collected and made into buses and sent. The biggest problem we face, every association is trying to help us to send these people back. So what people are doing is they are registering with 10 associations at the same time. They are registered with all the associations and us also. So what happens when we take these data from others also, it's all colliding, and we book seats on basis of what our registrations are. So if you do double entry, triple entry, it is somebody who can go home, you're actually destroying the chances of his, and his turn is what you're taking away. We have been 100% transparent. All our lists are online available on our platforms. You can download that mobile number is there, you can call them, where we have dropped them, what we have promised them, have we fulfilled or have we not fulfilled, because people are the ones who make and break. People are watching. We know we are doing this work not for any party, we are doing this for the difficulty what they are facing. We are doing this for Congress party, we are doing this not for vote. I meant when I said not for party, I meant we are not doing this for vote, we are doing this for the people, for humanitarian basis. This is 100% for the cause, and we are trying to help everybody possible. പക്ഷേ ഇപ്പം 2 ദിവസങ്ങളായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഒരുപക്ഷെ വലിയ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചില തെറ്റായ വാർത്തകൾ കൊടുക്കുന്നു. ഇത്രയും ദിവസങ്ങൾ ഉറങ്ങാതെ നിങ്ങളൊരു ടീം ഇത്രയും പ്രവർത്തിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു സ്വാഭാവികമായിട്ട്? സാർ, നമ്മളെ ടീമിൽ ഒരു പ്രദീപ എന്ന് പറഞ്ഞൊരു ലേഡിയും ഉണ്ട്. ഷീ ഈസ് ഓൾസോ ബീൻ വർക്കിംഗ് വിത്ത് അസ് ടയർലെസ്ലി. She is sitting with us till 12 o'clock, 1 o'clock in the night, and she's monitoring, she's calling, she's standing here, she's running around. All of them are doing this not for a single rupee of money. This is purely at 100% service oriented what they are doing. So because it is service, it is fine. We are used to listening to criticism. You tell whatever you want. But when you are criticizing what we are doing, also please make sure, send those people's documents who are stranded in Karnataka. We will send them home for you. It's okay, you can say whatever you like.
കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയാണ് നേരത്തെ ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഇവിടുത്തെ എം എൻ ഹാരിസ് എം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ പ്രോഗ്രാം എല്ലാം കോർഡിനേറ്റർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മകനും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് ഹാരിസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് തികച്ചും സൗജന്യമായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഇവിടെ കുടുങ്ങിപ്പോയിട്ടുള്ള മലയാളികൾ വിദ്യാർത്ഥികളും ജോലി നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകൾക്ക് തികച്ചും സൗജന്യമായി കൊടുക്കുന്ന ഒരു സേവനത്തെയാണ് ചില മാധ്യമങ്ങളും ചില ആളുകളും മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത്. അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഇവിടുത്തെ ബാംഗ്ലൂർ മലയാളികൾക്ക് വേണ്ടി. ഒരുപാട് നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. നമ്മളോടൊപ്പം പ്രതികരിക്കുന്നത് ഈ നിയോജക മണ്ഡലം MP ആണ്. So how is the program is conducting here by KPCC? KPCC is putting in a lot of effort to make sure that people who have come here from other states go back safely and without any trouble. And we are making sure, today we have seen the flagging off of buses to Kerala. We had a doctor examine every passenger. We ensured that social distancing was maintained. We have made all the arrangements at no cost to the passengers, and we are confident that they will reach home safely, be with their families, and that eventually that they will come back to Bangalore and be part of, growing Indian economy. താങ്ക് യു. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വരുന്ന KPCCയുടെ നേതൃത്വത്തിൽ ഇവിടെ വാർ റൂം ഓപ്പൺ ആക്കുകയും കോൾ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി അപേക്ഷിക്കുന്ന എല്ലാ യാത്രക്കാരെയും അവരുടെ രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ KPCC തികച്ചും സൗജന്യമായിട്ട് ഇപ്പോൾ ഇന്ന് കേരളത്തിനകത്തുള്ള ചില മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് പെയ്ഡ് എന്നാണ്. അതെല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണെന്ന് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. തികച്ചും സൗജന്യമായിട്ടാണ് KPCC ഇത്തരത്തിലുള്ളൊരു സൗകര്യം ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ ഞങ്ങളോടൊപ്പം ഉള്ളത് പേരെന്ന് പറയാമോ? പേര് രഞ്ജിത്ത് എന്നാണ്. രഞ്ജിത്ത് എന്നാണ് പേര്. ഇദ്ദേഹം വടകരയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ ബാംഗ്ലൂരിനകത്ത് വന്നിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ഇവിടെ കുടുങ്ങിപ്പോയതാണ്. ഇപ്പോൾ KPCCയുടെ ഈ സൗകര്യത്തിൽ നാട്ടിലേക്ക് അമ്മയെ അയച്ചിരിക്കുന്നു. എന്ത് പറയുന്നു KPCC നേതൃത്വത്തിനോട്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനൊരു 10 ദിവസമായി ആക്ച്വലി നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഒരു പാസ് കിട്ടിയതിന് ശേഷം ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തപ്പോൾ വിത്തിൻ 2 ഡേയ്സിലാണ് എനിക്കത് കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാ വഴികളും നോക്കിയിട്ടും ഇപ്പം പോകാനുള്ള വേറൊരു വഴി കിട്ടിയില്ല. ഇപ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് KPCC പണം വാങ്ങിക്കുന്നു എന്നൊക്കെ രീതിയിലാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ന്യൂസുകൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് തോന്നുന്നു. അല്ല, ആക്ച്വലി ഞാൻ ഇതും കേട്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഏതോ ആൾക്കാർ വഴിയിൽ ഇറക്കി വിട്ടുള്ളത്. അത് തെറ്റായ വാർത്തയാണുള്ളത് എനിക്കും അറിയാം. കാരണം പോയ ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ഒറ്റ പൈസ ചിലവില്ലാണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്തു കൊടുക്കുന്നത്. വളരെ നന്ദി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ചിലവുമില്ലാതെ തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് നാടിനകത്തേക്ക് കടത്തിവിട്ടിട്ടുള്ളത്. KPCCയോടുള്ള നന്ദിയാണ് ഇദ്ദേഹം ഞങ്ങളോടിപ്പം അറിയിച്ചിട്ടുള്ളത്. വളരെ നന്ദി. KPCCയുടെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 ദിവസം കൊണ്ട് 16 ബസ്സുകൾ കേരളത്തിനകത്തുള്ള വ്യത്യസ്ത മേഖലയിലെല്ലാം തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 24 മണിക്കൂറും സ്വന്തം ഉറക്കെല്ലാം ഒഴിച്ചുകൊണ്ട് ഇവിടെ വാർ റൂമിലിരുന്ന് പ്രവർത്തിച്ച ആളുകളാണ് എന്നോടൊപ്പം ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ഓരോ ആളുകളെയും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ജാസിർ, അഫ്നാസ്, നകുൽ, അഷ്റഫ്, പ്രതിഭ പിള്ള, Nalapad, നാഫി, Sumoj Matthew, യാസിം, വിനോദ് തോമസ്, കിരൺ, ബാലു. ഇത്രയും ആളുകൾ ഉറക്കെല്ലാം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടിയാണ് ഇത്രയും ദിവസം 4 ദിവസക്കാലം ഇവരുടെ മറ്റു ജോലികളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമയം ഈ റിപ്പോർട്ടിംഗ് സമയം രാത്രി 10 മണിയും ഇവിടുത്തെ 5 ബസ്സുകളും ഇന്നത്തെ 5 ബസ്സുകളും കേരളത്തിലേക്ക് അകത്ത് അയച്ചുകൊണ്ടതിന് ശേഷം ഇന്നത്തെ ഇവിടുത്തെ ഓഡിറ്റിംഗ്, ഇവിടെ ഡോക്ടറുടെ സേവനമുണ്ട്. കൃത്യമായി ഇവിടെ വരുന്ന ഓരോ ആളുകളുടെയും ടെമ്പറേച്ചർ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ കോൺടാക്ട് ലിസ്റ്റൊക്കെ പരിശോധിച്ചുകൊണ്ട് അവരുടെ കർണാടക പാസും കർണാടക ഗവൺമെൻറ്റിൻ്റെ പാസും കേരള ഗവൺമെൻറ്റിൻ്റെ പാസ് എല്ലാം തന്നെ കൃത്യമായി ശേഖരിച്ചുകൊണ്ട് അതെല്ലാം തന്നെ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടാണ് കേരളത്തിനകത്ത് ഓരോ ആളുകളെയും ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. കേരളത്തിൽ വരുന്ന അപ്രിയ ഒരുപാട് വാദങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് ഈ വാർ റൂമിന് വേണ്ടി ഇവിടെ കേരളത്തിനകത്തുള്ള മുഴുവൻ മലയാളികളെയും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ബാംഗ്ലൂർ വാർത്ത ആഗ്രഹിക്കുകയാണ്. തീർത്തും സൗജന്യമായ നിരക്കിലാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ മലയാളികളെയും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസം തന്നെ ഏതാണ്ട് 180ഓളം മലയാളികളെയാണ് ഈ KPCCക്ക് വേണ്ടി ഇന്ന് നാട്ടിനകത്തേക്ക് അയക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മലയാളികൾക്ക് വേണ്ടി ഈ നിരന്നു നിൽക്കുന്ന എല്ലാ ആളുകളോടും ബാംഗ്ലൂർ വാർത്തയ്ക്ക് വേണ്ടി ഒരു വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി മുഴുവൻ ആളുകളോടും നന്ദി. കർണാടക പ്രവാസി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഞങ്ങളോടൊപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിനു വേണ്ടി മലയാളികളെ തീർച്ചയായും കോവിഡിൻ്റെ കാലത്ത് ബാംഗ്ലൂരിൽ കുടുങ്ങിക്കിടന്നിട്ടുള്ള മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ ഒരുപക്ഷെ നേരത്തെ എല്ലാം തന്നെ നമ്മുടെ നേതാക്കന്മാരെല്ലാം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ ഒരു പൊളിറ്റിക്സും ഒരു വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമെല്ലാം നല്ല വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇവിടെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരാണ് എനിക്ക് പിറകിൽ ഇവിടെ നിന്നിട്ടുള്ളത്. ഈ സമയത്ത് ഈ കഴിഞ്ഞ 2 മാസമായി എല്ലാ അസോസിയേഷനും സാധാരണ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു 19 അസോസിയേഷൻ ജനങ്ങളെ സഹായിക്കാനായിരുന്നു. പക്ഷേ ഈ സമയത്ത് എല്ലാ സംഘടനകളും മാറി നിന്നപ്പോൾ അവർക്ക് മുന്നോട്ട് വരാതിരുന്ന സമയത്ത്
ഇവിടെ 2-3 അസോസിയേഷൻ മാത്രമേ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുള്ളൂ. അതിലൊന്നാണ് KPC, കർണാടക പ്രവാസി കോൺഗ്രസ്. ഇവിടെ ഉൾസൂർ മുതൽ ബീദർ വരെയുള്ള ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ്. അതായത് ലോഡ്ജുകളിലൊക്കെ ജോലിക്ക് പോയി ജോലികളിൽ പെട്ടിട്ട് അവിടെ കുടുങ്ങിയുന്ന ആൾക്കാരെ ഇപ്പം 300 രൂപ കൊടുത്തൊക്കെ ലോഡ്ജ് കഴിഞ്ഞിരുന്ന ആൾക്കാരൊക്കെ നമ്മൾ കോൺഗ്രസിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവർക്കൊക്കെ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും താമസിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഭക്ഷണം എത്തിക്കാൻ ഓരോ സ്ഥലത്ത് ഏകദേശം 3500 പേർക്ക് കഴിഞ്ഞ 2 മാസമായി ഞങ്ങൾ ഭക്ഷണം എത്തിക്കുന്നു. ഇത് പലരുടെയും ശക്തിയാണ്. ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഓരോ സ്ഥലത്തും ഉള്ള ആൾക്കാരെ കണ്ടെത്തി 2-3 ദിവസം ആൾക്കാർ നാളെ ഭക്ഷണം ഇല്ലെങ്കിൽ ഇന്ന് ഞങ്ങളെ വിളിക്കുന്നില്ല. 2 ദിവസവും 3 ദിവസവും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങളെ ബന്ധപ്പെടുന്നത്. അതും ഞങ്ങളായിട്ട് ബന്ധപ്പെടുന്ന കേരളത്തിലെ നേതാക്കന്മാരുമായിട്ട് വന്നിട്ടുണ്ട്. ആൻ്റണി സാറ് മുതൽ KC വേണുഗോപാൽ വരെയുള്ള കേരളത്തിലെ ഉമ്മൻചാണ്ടി സാറ് അങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരെയും അവർ ബന്ധപ്പെടും. അവർ രമേശ് ചെന്നിത്തല സാറ് അവിടുന്ന് ഇങ്ങോട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറ് ഇവരൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇവിടെ ഞങ്ങൾ അതാത് സ്ഥലത്തെ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള പൈസ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേഷനറി മേടിക്കാൻ പറ്റുന്ന ആൾക്ക് സ്റ്റേഷനറി അല്ലെങ്കിൽ പൈസ അയച്ചു കൊടുത്തിട്ട് സ്റ്റേഷനറി മേടിക്കാൻ പറ്റുന്ന ആൾക്ക് അത്ര. അതേപോലെ ഏകദേശം ഞങ്ങൾ 3500 പേർക്ക് കർണാടകത്തിൽ മുഴുവനും, ബാംഗ്ലൂർ മാത്രമല്ല മുഴുവനും സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ കേരളത്തിലെ വലിയ നേതാക്കന്മാർക്ക് ടോൾ ലീഡേഴ്സ് ഇവിടുത്തെ PCC പ്രസിഡന്റോട് പറയുകയും ഇവിടുത്തെ PCC പ്രസിഡന്റ് ശ്രീ DK ശിവകുമാർ സാറ് ഫ്രീ ആയിട്ട് വണ്ടി അയച്ചു കൊടുക്കാം എന്ന് പ്രോമിസ് ചെയ്തിരുന്നു. അത് പ്രകാരം ഞങ്ങൾ ഇന്നലെ വരെ 270 പേരെ അയച്ചു. ഇന്ന് 180 പേരെ അയച്ചു. 16 ബസ് അയച്ചു. ഇത് കാണിക്കുന്നത് ഒരു ഇലക്ഷൻ ട്രിക്കും അല്ല. ഇത് ഒരു തരത്തിലും അവർക്ക് നാട്ടിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇത് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2-3 ലേഡീസ് JP നഗറിൽ താമസിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട്. നടന്നാണ് ഇവിടെ എത്തിയത്. പലരും പലരുടെ സഹായം മേടിച്ചിട്ടൊക്കെയാണ് ഇവിടെ വന്നത്, ബസ് കയറിപ്പോയിരിക്കുന്നത്. അവരൊക്കെ നാളെ നാട്ടിലെത്തുന്നുള്ള ഹാപ്പിയിലാണ് അവർ പോകുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഒരു മാനുഷിക പ്രവർത്തനമാണ്. അതിന് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു. കേരള സമാജമുണ്ട്, KMCC ഉണ്ട്, മലബാർ മുസ്ലിം അസോസിയേഷൻ, ഇത്തരത്തിലുള്ള മറ്റ് സംഘടനകളും അവരെ കളക്ട് ചെയ്യാണ്. എന്നെ ഹാരിസിൻ്റെ ഒരു MLA സാറിൻ്റെ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് വർക്ക് ചെയ്യുന്നുണ്ട്, വാർ റൂം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ കിട്ടുന്ന ഫോൺ കോളുകൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് ആരെയും അങ്ങോട്ട് പോയിട്ടല്ല, ഫ്രീ ആയിട്ട് 5 പൈസ 1 പൈസ മേടിക്കാതെ. ഇത് പറയുമ്പോഴും ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഇത്രയും വലിയ ഇന്ന് തന്നെ 5ഓളം ബസ്സുകൾ KPCCയുടെ 6 ബസ്സുകളോളം ഇന്ന് കേരളത്തിനകത്ത് പുറപ്പെട്ടു. ഇത് 150 പേര് ഇന്ന് പുറപ്പെട്ടു. പക്ഷേ ചില മാധ്യമങ്ങൾ 2 ദിവസങ്ങളായി കേരളത്തിനകത്ത് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചില വാർത്തകൾ നമുക്ക് കാണുന്നുണ്ട്. ചില വാർത്തകൾ ഇന്ന് പൈസ വാങ്ങി ചില ആളുകളെ കൊണ്ടുപോയി അത്തരത്തിലുള്ള ഇത്രയും വലിയൊരു പ്രവർത്തനം നടത്തിയിട്ടും അത്തരത്തിലുള്ള ചില വാദഗതികൾ വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോന്നുന്നു. അത് രാഷ്ട്രീയ പ്രേരിതം. അത് വളരെ സിമ്പിളായിട്ട് ആർക്കും കണ്ടാൽ മനസ്സിലാവില്ലേ. ഞങ്ങൾ KPC DK ശിവകുമാർ സാറ് ഇത് അനൗൺസ് ചെയ്തപ്പോൾ എന്താ ടോൾ വന്നതെന്ന് നമ്മൾ കണ്ടതാ. ഇത് വണ്ടി പോവില്ല, കാരണം ഇന്ന് ടോൾ വന്നതാണ്. ഇപ്പം നമ്മൾ 16 വണ്ടി അയച്ചു കഴിഞ്ഞു. ഏകദേശം 450 പേര് 460 പേര് ഇവിടുന്ന് 270 പേര് അവരെ വീട്ടിലെത്തിക്കഴിഞ്ഞു. അവരെ വീട്ടിലെത്തിക്കഴിഞ്ഞു. അവരോട് ചോദിക്കട്ടെ, ട്രോളന്മാർ പറഞ്ഞെടുക്കുന്ന ഒരു ബസ് പോലും പോവില്ല എന്ന് പറഞ്ഞെടുക്കുന്ന ഇന്ന് 460 ബസ്സിലെ ആളുകളെ കയറ്റിവിട്ട ഒരു സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. DK ശിവകുമാർ PCC പ്രസിഡന്റ് അതേപോലെ ഫ്രീ ആയിട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും അയക്കാൻ പറ്റിയത്. ഇത്രയും ആൾക്കാർക്ക് ഇത് കിട്ടി. ഇതാരും ഞങ്ങളുടെയൊക്കെ ബന്ധുക്കളല്ല, അവരുടെ പാർട്ടി പോലും നമുക്കറിയില്ല. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ഒരു CPM-കാർ ഈ ബസ് പോയിട്ടുണ്ട്, BJP-കാർ പോയിട്ടുണ്ട്. കുന്നോത്തുപറമ്പിലെ 2 CPM-കാരെ BJP-കാരെ എനിക്കറിയാവുന്ന ആൾ ഇപ്പോൾ ഇന്നത്തെ ബസ് പോയിട്ടുണ്ട്, 15 രൂപയുള്ള ബസ് പോയിട്ടുണ്ട്. തീർച്ചയായും കോവിഡിന്റെ കാലത്ത് രാഷ്ട്രീയ ഭേദമന്യേ KPCC ഒരിക്കൽ കൂടി രാഷ്ട്രീയം നോക്കാതെ മികച്ചും ഒരു എന്താ പറയുക മനുഷ്യ സേവനം എന്ന രീതിയിൽ KPCC നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് കേരളത്തിനകത്തുള്ള ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു ആളുകളിലേക്ക് പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ സംസാരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, KPCC അയച്ച വണ്ടിയല്ല എന്ന് ആ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? തീർച്ചയായും മറ്റതിഥികളിലേക്കും കൂടെ പോവാം.
വിനു തോമസ് KPCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇതിനെപ്പറ്റി ദീർഘമായിട്ട് ശ്രീ സത്യൻ പുത്തൂർ സംസാരിച്ചു. ഒരു കാര്യത്തിൽ വളരെ ദുഃഖമുണ്ട്. ഞങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിലും വാർ റൂമിലും ഒക്കെ ഉള്ള ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഏതാണ്ട് 4000 പേരുടെ റിക്വസ്റ്റാണ് വന്നിരിക്കുന്നത്. അതിൽ 460 പേരെ അയക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ളൊരു കാര്യത്തിൽ വളരെ ദുഃഖമുണ്ട്. കാരണം നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ, കേരളത്തിൻ്റെ പാസ്, കർണാടകത്തിൻ്റെ പാസ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺഗ്രസിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. DK ശിവകുമാറിൻ്റെ, നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശമുണ്ട്. ഈ 2 പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലോട്ട് നമ്മുടെ വണ്ടിയിൽ വിടാവൂ, അയക്കാവൂ എന്നുള്ളത്. അത് പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ മുഖ്യമായിട്ട് നോക്കുന്നത് തൊഴിൽ രഹിതർ, പ്രായം ആയിട്ടുള്ളവർ, മറ്റ് ആവശ്യങ്ങൾ അത്യാവശ്യമുള്ളവർക്ക് മുൻഗണന നൽകിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കംപ്ലൈൻറ്റുകളുണ്ട്. എല്ലാ ദിവസവും ഒരു 20 ബസ് വെച്ചെങ്കിലും അയച്ചു കഴിഞ്ഞാൽ പോകാനുള്ള ആൾക്കാർ ഇന്ന് ഇവിടെ ബാംഗ്ലൂരുണ്ട്. ഇപ്പോൾ നേരത്തെ ചാനലുകളിലും അതുപോലെ തന്നെ മറ്റു റിപ്പോർട്ടിംഗ് കൊടുത്ത ആ 2 വ്യക്തികളോട് KPCC പിന്നീട് സംസാരിക്കുകയോ ടെലിഫോണിൽ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് ഔദ്യോഗികമായിട്ട് ബന്ധപ്പെടുകയും പോലീസിൽ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ട് പോലീസ് പെട്ടവർ തന്നെ നമുക്ക് വോയിസ് ക്ലിപ്സ് ഉണ്ടല്ലോ, ഇത് ഫേക്ക് കംപ്ലൈൻ്റ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ആ വണ്ടിയുടെ നമ്പർ അറിയാം, ഞങ്ങൾ അയച്ച വണ്ടിയല്ല. ഞങ്ങൾ അയച്ച വണ്ടികൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അതിർത്തിയിൽ ചെല്ലുകയും അവിടെ ചെയ്യേണ്ട മെഡിക്കൽ പരിശോധന നടത്തി അവർക്ക് എവിടെ ഇറങ്ങണോ അവിടെ ഇറക്കി, അവിടെ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയാണ്, ലോക്കൽ ബോഡിയുടെ അകമ്പടിയോട് കൂടി അവരെ ക്വാറന്റൈൻ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന അവിടെ നിന്നുള്ള താങ്ക്സ് മെസ്സേജസ് ആണ്. പോയിട്ടുള്ള 90% ആൾക്കാർ ഞങ്ങൾക്ക് താങ്ക്സ് അയച്ചിട്ടുണ്ട്. 10% ആൾക്കാർക്ക് അയക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത് വളരെ ട്രാൻസ്പെറൻറ്റ്, സുതാര്യമായിട്ട്, സൗജന്യമായിട്ടുള്ളൊരു സേവനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് സുമോജ് മാത്യു, കർണാടക പ്രവാസി കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ട്രഷററാണ്. ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്ക്? കഴിഞ്ഞ 7 ദിവസമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. ഇന്ന് 4ാമത്തെ ദിവസവും നമുക്ക് ബസ് വിടാൻ സാധിച്ചു. ഏകദേശം ഇന്ന് മാത്രം 180ഓളം ആൾക്കാരെ കേരളത്തിലേക്ക് അയക്കാൻ സാധിച്ചു. കാരണം നമ്മൾ ഇതിൻ്റെ ബാക്ക് എൻഡ് ടീമിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് വരുന്ന ഓരോ കോളുകളിലും ഓരോ ആവശ്യങ്ങളാണ്. ചിലർ ഹോസ്പിറ്റൽ കേസുണ്ട്, ഇവിടെ ഹോസ്റ്റൽ ഒഴിഞ്ഞു കൊടുക്കേണ്ട വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ വീടുകൾ ഒഴിച്ചു കൊടുക്കേണ്ട കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെ നാട്ടിലെത്തിക്കാൻ ഈ സമയത്ത് ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്നാണ് അടുത്ത ബസ്? നാളെ ഇത്തരത്തിലുള്ള തിങ്കളാഴ്ചയാണ് വരുന്നത്. നാളെ നമുക്ക് എല്ലാവർക്കും ഓൾറെഡി ഇപ്പം ഡേറ്റാസ് കിട്ടിയിട്ടുണ്ട് തിങ്കളാഴ്ചത്തേക്കുള്ള. തിങ്കളാഴ്ച എത്ര ബസ്സാണ് പുറപ്പെടുന്നത്? എന്തെങ്കിലും അത് തിങ്കളാഴ്ച മോർണിംഗ് ബാക്കി ഡേറ്റയും കൂടെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കും. വളരെ നന്ദി. രാഷ്ട്രീയ ലാഭങ്ങളൊന്നുമില്ലാതെ കേവലം ഒരു വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ മതങ്ങളോ രാഷ്ട്രീയം ഒന്നും നോക്കാതെ കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒട്ടനവധി മലയാളികൾ, നേരത്തെ എല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളും ജോലി നഷ്ടപ്പെട്ട ആളുകളും 3-4 മാസത്തേക്ക് ജോലി ഇല്ലാത്ത ആളുകളെല്ലാം തന്നെ തികച്ചും സൗജന്യമായ നിരക്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചോ, പ്രത്യേകിച്ച് കേരളത്തിനകത്ത് നടക്കുന്ന വലിയ വിവാദങ്ങൾക്ക് അവസാനം കുറിക്കുന്ന രീതിയിൽ തികച്ചും സൗജന്യമായി കൊണ്ടാണ് KPCC ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനവുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളോട് ഇവിടെ സഹകരിച്ചിട്ടുള്ള MLAയും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവെല്ലാം തന്നെ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് തികച്ചും സൗജന്യമായിട്ട് സർവീസ് ഓറിയന്റഡ്, രാഷ്ട്രീയ ലാഭങ്ങളൊന്നുമില്ലാതെയാണ് ഈ പരിപാടി ഇത്തരത്തിലുള്ള വലിയൊരു മലയാളികൾക്ക് ഇത്തരത്തിൽ വലിയൊരു സഹായമായ രീതിയിലുള്ള ഒരു ക്രോഡീകരണവും നാട്ടിലേക്ക് ഇന്നും കൂടെ ഉൾപ്പെടെ 16 ബസ്സുകളാണ് ഇന്ന് കേരളത്തിനകത്തേക്ക് ഉൾപ്പെടെ പുറപ്പെട്ടിട്ടുള്ള 4 ദിവസങ്ങൾ കൊണ്ട്. ഇത്രയും കാര്യങ്ങളാണ്